IFPHന്റെ 1929 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തുന്നത് ഡോക്ടർ ആർ സുജാത DHMS. നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ആദ്യമായി എത്തുന്ന സുജാത ഡോക്ടറെ IFPH കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർ തൃശൂർ ജില്ലയിലെ ഹോമിയോപ്പതി വകുപ്പിൽ നിന്ന് ചീഫ് മെഡിക്കൽ ഓഫീസറായി വിരമിച്ചു. 35 വർഷത്തിലധികം ചികിത്സാ പരിചയമുണ്ട്. വിവിധ വിഷയങ്ങളിൽ വിവിധ സംഘടനകളിൽ ക്ലാസുകൾ എടുത്തിട്ടുള്ള വ്യക്തിത്വം. വന്ധ്യതയും ഹോമിയോപ്പതി എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് സുജാത ഡോക്ടറെ സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർക്ക് ആരംഭിക്കാം. എല്ലാവർക്കും നമസ്കാരം. മറിയാമ്മ ഡോക്ടറെ, സന്തോഷം. ഞാനൊരു കുറച്ച് സ്ലൈഡ് ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം. ആദ്യമായിട്ട് എന്നെ ഈ IFPHന്റെ ക്ലാസ്സിലേക്ക്, ഇന്നത്തെ ക്ലാസ്സിലേക്ക് ക്ഷണിച്ചതിന് ഞാൻ എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു. കാണുന്നില്ല കേട്ടോ. ഓക്കെ 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 അല്ലേ ഡോക്ടറെ? കേൾക്കണ്ടല്ലോ? ഓക്കെ ഓക്കെ. സ്ലൈഡ് ക്ലിയർ ആണോ? ഫൈൻ. മുമ്പത്തെ സ്ലൈഡ് പോകുന്നില്ലല്ലോ. നമ്മൾ ഇൻഫെർട്ടിലിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പം നമുക്ക് ആദ്യം ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ വേണം. Refers to the biological inability of a man or a woman to contribute to conception. നമുക്ക് കൺസെപ്ഷന് പറ്റാത്ത അവസ്ഥ. It's also to be referred as the state of a woman who is unable to carry a pregnancy up to full term. ഫുൾ ടേം വരെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മളത് ഇൻഫെർട്ടിലിറ്റി എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ക്രൈറ്റീരിയ പറയുകയാണെങ്കിൽ, ഫീമെയിൽ ഹാസ് നോട്ട് കൺസീവ്ഡ് ആഫ്റ്റർ 12 months ഓഫ് കോൺട്രസെപ്റ്റീവ് ഫ്രീ ഇൻ്റർകോഴ്സ് if the female is under the age of 34 years. The female has not conceived after 6 months of contraceptive free intercourse if the female is over the age of 35. 12 മാസം അണ്ടർ 34 ഇയേഴ്സും 6 മാസം കോൺസെപ്റ്റീവ് ഫ്രീ ഇൻ്റർകോഴ്സ് ഓവർ ദി ഏജ് ഓഫ് 35 ഇയേഴ്സും. That means declining the equality of the female after the age of 35. Totally പറയുകയാണെങ്കിൽ the female is incapable of carrying a pregnancy up to full term. Prevalence പറയുകയാണെങ്കിൽ affects about 10% of people, 15% couples, 40% male factor, 40% female factor. The remainder involves both sexes. Classification: primary and secondary. Primary means have never been able to conceive. Secondary means difficulty in conceiving after already having conceived and carried a normal pregnancy. ഞാൻ അധികം കോസിലേക്കൊന്നും പോകുന്നില്ല, എങ്കിലും ചില കോസസ് നമ്മൾ പറയുന്നുണ്ട്. മെയിനായിട്ട് കോസസ് ഇൻ ഐതർ സെക്സ്, ജെനറ്റിക് കോസസ്, ജനറൽ കോസസ്, ഹൈപ്പോതലാമിക് പിറ്റ്യൂട്ടറി കോസസ്.
ജനറൽ ഫാക്ടേഴ്സിൽ വരുന്നത് DM, ഡയബറ്റിസ് മെലിറ്റസ്, തൈറോയിഡ് ഡിസോർഡേഴ്സ് ആൻഡ് എഡ്രിനൽ ഡിസീസസ്. ഹൈപ്പോതലാമിക് പിറ്റ്യൂട്ടറി ഫാക്ടേഴ്സിൽ കുറേ കോൾമാൻ സിൻഡ്രോം അങ്ങനെ കുറേ സിൻഡ്രോംസ് ഉണ്ട്. ഡെഫിഷ്യൻസി ഓഫ് LH, FS, FSH, ഗൊനാഡോട്രോപ്പിൻ എറ്റ്സെട്ര. അതുപോലെ ഹൈപ്പർ പ്രൊലാക്ടിനീമിയ, ഹൈപ്പോ പിറ്റ്യൂട്ടറിസം, ഇതെല്ലാം തന്നെ ഹൈപ്പോതലാമിക് പിറ്റ്യൂട്ടറി ഫാക്ടേഴ്സിൽ വരുന്നു. മെയിൻ ആയിട്ട് നമുക്ക് ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റി കോസസ് വരുന്നത് ജനറൽ ഫാക്ടേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഹൈപ്പോതലാമിക് പിറ്റ്യൂട്ടറി കോസസ്, then ovarian factors, tubal factors, uterine factors, cervical factors, vaginal factors and genetic factors. General factors ൽ വരുന്നത് miscarriages, then systemic disease of liver and kidney, then diabetes mellitus, induced abortion and multiple abortions, thrombophilia. ഹൈപ്പോതലാമിക് പിറ്റ്യൂട്ടറി കോസസ് മെയിൻ ആയിട്ട് വരുന്നത് ഹൈപ്പോതലാമിക് ഡിസ്ഫങ്ഷൻസ്. ദെൻ ഓവേറിയൻ ഫാക്ടേഴ്സ്, നമുക്ക് ഇഷ്ടം പോലെ ചാൻസ് കിട്ടുന്നത് ഓവേറിയൻ ഫാക്ടേഴ്സ് ആണ്. PCOD, അനോവുലേഷൻ, പുവർ ഓവേറിയൻ റിസർവ്, ദെൻ മെനപ്പോസ്, ലൂട്ടിയൽ ഡിസ്ഫങ്ഷൻ, ഓവേറിയൻ ക്യാൻസർ, ടർണർ സിൻഡ്രോം. Then tubal factors വരുന്നത് induced abortion, endometriosis, pelvic adhesions, pelvic inflammatory diseases or PID, tubal occlusion and tubal dysfunctions. ഈ ഓവേറിയൻ ഫാക്ടേഴ്സും ട്യൂബൽ ഫാക്ടേഴ്സും നമുക്ക് ഒരുപാട് സ്കോപ്പ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ദെൻ യൂട്രൈൻ ഫാക്ടേഴ്സിൽ വരുന്നത് മെയിനായിട്ട് യൂട്രൈൻ മാൽഫോർമേഷൻസ്, ദെൻ യൂട്രൈൻ ഫൈബ്രോയിഡ്സ്, ദെൻ അഷർമാൻ സിൻഡ്രോം, ദാറ്റ് ഈസ് സ്കാറിംഗ് ഓഫ് ദി യൂട്രൈൻ ലൈനിങ് ആഫ്റ്റർ സർജറി ഓർ എനി അതർ ഇൻഫ്ലമേറ്ററി ഡിസീസ് ഓഫ് ദി യൂട്രസ്. Then cervical factors, that is cervical stenosis, then anti-sperm antibodies, then insufficient cervical mucus for the travel and survival of sperms. Vaginal factors, vaginismus and vaginal obstruction. ഇത്രയുമാണ് മെയിനായിട്ട് നമുക്ക് കോസസ് വരുന്നത്. അപ്പോൾ അതിൽ ഓവേറിയൻ ഫാക്ടേഴ്സും യൂട്രൈൻ ഫാക്ടേഴ്സും അതിൻ്റെ കുറച്ച് കേസസ് നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഫസ്റ്റ് കേസ് ഹൈഡ്രോസാൽപിങ്സ്. ഹൈഡ്രോസാൽപിങ്സ് വിത്ത് ഓവേറിയൻ സിസ്റ്റ്. Unmarried lady, 23 years. Presented symptoms such as dysmenorrhea, vomiting, left-sided colic, pain aggravated by menstrual flow, and pain relieved by bending down. ഈ ഒരു 3 months ബിഫോർ ഡ്യൂറേഷൻ ആണ് ഈ സിംറ്റംസിന് ഉണ്ടായിരുന്നത്. ഡിസ്മെനോറിയ, വോമിറ്റിംഗ്, ലെഫ്റ്റ് സൈഡഡ് കോളിക്. അതുവരെ ദ പീരീഡ് വാസ് റെഗുലർ അപ് ടു ദാറ്റ് പീരീഡ്. മെൻസ്ട്രൽ ഹിസ്റ്ററി അതിൽ വരുന്നത് ഏകദേശം അമിനോറിയ ഫോർ ഒരു 4 months അമിനോറിയ, ദെൻ spotting continued for again 3 months, then next April May menorrhagia. അതായത് 2023 പേഷ്യൻറ്റിന് സ്റ്റാർട്ട് ചെയ്തത് ആദ്യം അമിനോറിയാണ്. ദെൻ 2024 സ്പോട്ടിംഗ് ആയി. ജനുവരി, ഫെബ്രുവരി, മാർച്ച് പീരീഡ്സ് കറക്റ്റ് ആയിട്ടില്ല, ഓൺലി സ്പോട്ടിംഗ്. 2024 മെനറേജിയ.
മെനറേജിയ ഒരു April 19th to lasted up to 17/6 ജൂൺ വരെ. മൈ റൂട്ടീൻ കേസ് ടേക്കിംഗ്, ഞാൻ കേസ് ടേക്കിംഗ് ആദ്യം തന്നെ നമ്മൾ അക്യൂട്ട് സിംറ്റംസ് ആണ് സാധാരണ നമുക്ക് ആദ്യം നോക്കി കേസ് എടുത്ത് നമ്മൾ മാനേജ് ചെയ്യാറുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ രീതിക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ഷീ കെയിം ടു മീ ഓൺ 13/6/2024. അതിൽ നമ്മൾ USG ചെയ്തു. USGയിൽ വാസ് ദർ സിമ്പിൾ ഓവേറിയൻ സിസ്റ്റ്, ദെൻ MRI അബ്ഡമൻ പെൽവിസ്. MRI അബ്ഡമൻ പെൽവിസ് നമ്മൾ ചെയ്തപ്പോൾ വെൽ ഡിഫൈൻഡ് തിക്ക് വാൾഡ് സിസ്റ്റിക് ലീഷൻ ഇൻ ദി റൈറ്റ് അഡിനെക്സ, ഏകദേശം 43x35x52 millimeter, 4.3 centimeter, abutting the bladder and uterus. Then large thick-walled hydrosalpinx extending into POD 5.3 centimeters into 5. 4 സെന്റിമീറ്ററോളം, 4.5 സെന്റിമീറ്റർ റൈറ്റ് അഡിനെക്സയിൽ ഒരു വെൽ ഡിഫൈൻഡ് തിക്ക് വാൾഡ് ലീഷനും ലാർജ് തിക്ക് വാൾഡ് ഹൈഡ്രോസാൽപിങ്സും, അതും ഏകദേശം ഒരു 5.3 x 5.2 centimeter. Hydrosalpinx on the left with debris and fluid level. Measuring ആ ഫ്ലൂയിഡ് ലെവൽ 2.4 centimeters. അതായിരുന്നു കേസ്. മൈൽഡ് എസൈറ്റിസ് ഇൻ ദ പെൽവിക് ക്യാവിറ്റി വാസ് ഓൾസോ ദർ. അപ്പോൾ അതിൻ്റെ ഇംപ്രഷൻ ബൈലാറ്ററൽ ലാർജ് ഹൈഡ്രോസാൽപിങ്സ് ആൻഡ് ട്യൂബൽ എൻഡോമെട്രിയോസിസ്. സിസ്റ്റ്, ട്യൂബ്, യൂട്രസ്, ഓവറീസ് എല്ലാം അഡ്ഹറൻറ്റ് ടു ഈച്ച് അതർ വിത്ത് എസൈറ്റിസ് എലോങ് വിത്ത് നേരത്തെ പറഞ്ഞ സിസ്റ്റിക് ലീഷൻസും. ഇതായിരുന്നു കേസ്. അപ്പോൾ MRIയിൽ നമ്മൾ അക്യൂട്ട് സ്റ്റേജ് സിവിയർ ഡിസ്മെനോറിയ അത് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി ഗിവൺ സാന്തോസൈലം ടിഞ്ചറാണ് ഞാൻ കൊടുത്തത്. ദെൻ യുസ്റ്റലാഗോ 1M. ഈ സാന്തോസൈലം കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെയിൻ എക്സ്റ്റെൻഡ് ടു തൈസ് along the neuralgic dysmenorrhea. Then thick menses, black clotted blood along with after pains and insomnia. അങ്ങനെ ഫസ്റ്റ് പ്രിസ്ക്രിപ്ഷൻ സാന്തോസൈലം ടിഞ്ചറും ദെൻ ഗിവൺ പൾസെറ്റില വിത്ത്. ഇപ്പോൾ ഈ ടൈം സ്പോട്ടിംഗ് ആണെങ്കിൽ ഇതിന് മുമ്പത്തെ 2-3 മാസം മുന്നേ അമിനോറിയ, പിന്നെ എഗെയിൻ ബ്ലാക്ക് കളേർഡ് ബ്ലഡ് അല്ലെങ്കിൽ മെനറേജിയ. അത് വെച്ചിട്ട് മൈൻഡും കൂടെ നമ്മൾ കണക്കിലെടുത്തപ്പോൾ പൾസെറ്റില വാസ് ദി മെയിൻ മെഡിസിൻ. പൾസെറ്റില, ദെൻ സാന്തോസൈലം വൈബർണം, സാന്തോസൈലം ടിഞ്ചർ, ദെൻ യുസ്റ്റലാഗോ 1M. ഞാൻ ഈ ഇൻഫെക്ഷൻസ് ഒക്കെ ഉള്ള കേസിലും അഡീഷൻസ് ഉള്ള കേസിലും കൊടുക്കാറുള്ളതാണ്. അങ്ങനെ നെക്സ്റ്റ് പീരീഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഓൺലി 4 days ഓഫ് ബ്ലീഡിങ് കറക്റ്റായിട്ട് നെക്സ്റ്റ് പീരീഡ് വന്നു. ദാറ്റ് മീൻസ് ഇൻ ദ ഓഗസ്റ്റ് പീരീഡ് വന്നു. ദെൻ നമുക്ക് പെയിൻ റെമഡീസ്, അക്യൂട്ട് സ്റ്റേജിലെ പെയിൻ റെമഡീസ് മാറ്റി വെച്ചിട്ട് ദെൻ നമുക്ക് കേസ് കിട്ടിയത് തൂജ വാസ് ഗിവൺ എലോങ് വിത്ത് ആ ഓവേറിയൻ സിസ്റ്റം അഡീഷനും ഉള്ള കാരണം നമ്മൾ ഓറം അയഡാറ്റം 3X കൂടെ കൊടുത്തു. ഓറം അയഡാറ്റം 3X TDS എലോങ് വിത്ത് അവർ പലേഡിയം. എഗെയിൻ നമുക്ക് നെക്സ്റ്റ് മന്തിൽ നമുക്ക് കേസ് എടുത്തപ്പോൾ പേഷ്യൻറ്റിന് ഡിസ്മെനോറിയ ഒക്കെ റിലീഫായി. ഡിസ്മെനോറിയ വരുമ്പോൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി സാന്തോസൈലം തന്നെ കൊടുത്തു. യുസ്റ്റലാഗോ 1M ആഡ് ചെയ്തു. ആ അല്ലാത്ത ഗ്യാപ്പിൽ ഓറം മൈഡം 3X തൂജ 10M ആണ് കൊടുത്തത്. നെക്സ്റ്റ് പീരീഡ് ബിക്കേം റെഗുലർ. ദെൻ
നെക്സ്റ്റ് ഫെബ്രുവരി 6, 2025 മുതൽ ജനുവരി മുതൽ പീരീഡ്സ് റെഗുലറായി. അതിനിടയ്ക്ക് മാരേജ് കഴിഞ്ഞു. പ്രഗ്നൻസി വാസ് പോസിറ്റീവ് വിത്ത് ബീറ്റ HCG 5971. ഇതാണ് ഹൈഡ്രോസാൽപിൻസും ഓവേറിയൻ സിസ്റ്റും ഉള്ള കേസ്. നമ്മൾ പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്നതിന് മുമ്പ് നമ്മൾ അഗൈൻ സ്കാൻ ചെയ്തപ്പോൾ ഓൺലി റൈറ്റ് അഡിനക്സൽ സിസ്റ്റ് സെപ്റ്റംബർ 2024 സ്കാൻ ചെയ്തപ്പോൾ കോംപ്ലക്സ് ലീഷൻ റിലീവ്ഡ് റൈറ്റ് അഡിനക്സൽ സിസ്റ്റ് ഓൺലി. നെക്സ്റ്റ് ടൈം ഫെബ്രുവരി ആയപ്പോഴേക്കും then case was positive. Okay, അതാണ് ഹൈഡ്രോസാൽപിൻസ് കേസ്. നെക്സ്റ്റ് കേസ് പൾസാറ്റിലെ ഏത് പൊട്ടൻസി ആയിരുന്നു? പലേഡിയോ. പൾസറ്റില ഡോക്ടറെ, പൾസറ്റില ഐ ഹാവ് ഗിവൻ ആ അക്യൂട്ട് അറ്റാക്കിന് പൾസറ്റില ഹയർ പൊട്ടൻസിയ കൊടുത്തത് 1 m കൊടുത്തു, അതിനുശേഷം 10 m കൊടുത്തു. അതുകൊണ്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ഡിഫറൻസ് എന്താ തോന്നിയെന്നുണ്ടെങ്കിൽ ആ മെനറേജിയ, പിന്നെ റിക്കറൻ്റ് ആയിട്ടുള്ള ഇടയ്ക്ക് സ്പോട്ടിങ്, ഇടയ്ക്ക് അമിനോറിയ, അതൊക്കെ നോർമലായി. പിന്നെ പൾസറ്റില കൊടുത്തില്ല. പിന്നെ കൊടുത്തത് പലേഡിയം ഓറം ആഡാറ്റം 3x ആണ്, എലോങ് വിത്ത് ഹയർ പൊട്ടൻസി തൂജ. ഈ ഓവേറിയൻ എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ്, എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് എൻ്റെ ചെറിയൊരു അനുഭവം പങ്കുവെക്കുകയാണെങ്കിൽ, മിക്കവാറും നമുക്ക് അഡീഷൻസ്, അതുപോലെ ഓവേറിയൻ സിസ്റ്റ്, ഓവറൈറ്റിസ്, അഡിനക്സൽ കോംപ്ലക്സ് ലീഷൻ ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും തൂജ നമുക്ക് ഒരു സ്പെസിഫിക് ആയി തന്നെ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. കോളിക്കെല്ലാം റിലീഫാവും. വളരെ എനിക്ക് ഒരുപാട് കേസിൽ തൂജ അങ്ങനെ കേസ് കുറവാക്കിയിട്ടുണ്ട്, പ്രത്യേകിച്ചും ബിഗ് അഡിനക്സൽ കോംപ്ലക്സ് സിസ്റ്റ്. പല്ലേഡിയത്തിന്റെ പൊട്ടൻസിയും അതിനെ കുറിച്ച് ഒന്ന് പറയാം. പലേഡിയം 30 കൊടുത്തത്, 30 TDS കൊടുത്തു. ഓറം അയഡാറ്റം 3x കൊടുത്തു. നെക്സ്റ്റ് കേസ് ഒരു പ്രൈമറി ഇൻഫെർട്ടിലിറ്റി ആണ്. ഒരു ലേഡി ഏജ് 32 years, മാരീഡ് 7 years, ലിവിങ് ടുഗദർനെസ് 7 years. ശരിക്കും പറയുകയാണെങ്കിൽ ആ കേസ് ഒരു കമ്പൈൻഡ് ഇൻഫെർട്ടിലിറ്റി പോലെയാണ്. രണ്ടു പേർക്കും പേഴ്സണലി വലിയ കംപ്ലൈൻസ് ഒന്നുമില്ല, പക്ഷേ ഇൻഫേർട്ട് പ്രഗ്നൻസി ആകുന്നില്ലായിരുന്നു. 2 IUI കഴിഞ്ഞു, 1 IVF കഴിഞ്ഞു. ആ കേസ് എല്ലാം നോർമലാണ്. AMH മാത്രം വേണമെങ്കിൽ ഒരു ലിമിറ്റഡ് റിസർവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അതായത് എബവ് 1.42. അതും വേണമെങ്കിൽ 1.42 എന്തായാലും പ്രഗ്നന്റ് ആകാറുണ്ട്. പക്ഷെ അത് മാത്രമേ ഒരു കംപ്ലൈന്റ് കണ്ടുള്ളൂ. അതിൽ ഇൻഫെക്ഷൻസ്, ടോർക്ക് എല്ലാം നെഗറ്റീവാണ്. ഒക്യുപ്പേഷൻ അവർ ഹൗസ് വൈഫാണ്, ഹസ്ബൻഡും ഓക്കെയാണ്, നോ അതർ പ്രോബ്ലംസ്. ഞാനതിൽ വെറുതെ ദിസ് വൺ AMHന്റെ ഒന്നും കൂടെ ചെക്ക് ചെയ്തപ്പോൾ AMH ഇടയ്ക്ക് ഓരോ പീരീഡ്സ് കഴിയും ഞാൻ ജസ്റ്റ് 1I 1-2 എപ്പോഴും ഒരിക്കലും 0.9 പോയി. അത് മാത്രമേ നമുക്കൊരു കംപ്ലൈന്റ് ആയിട്ട് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ശരിക്ക് ആ കേസ് ടേക്കിംഗ് കമ്പൈൻ ഇൻഫെർട്ടിലിറ്റി ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പോൾ എനിക്ക് അതിൽ തോന്നിയിട്ടുള്ളത് മൈൻഡ് മാത്രമേ നമുക്കതിൽ പോസിറ്റീവ് റിസൾട്ട് കിട്ടുള്ളൂ. മൈൻഡ്. അപ്പോൾ നമ്മൾ മൈൻഡ് സിംറ്റംസ് എടുത്തു. പൾസറ്റിലയുടെ എല്ലാ സിംറ്റംസും വന്നു. വെരി സെൻസിറ്റീവ്, then irritable, weeps easily, then fears night, fears to be alone, dread of the opposite sex, then along with the gastrointestinal symptoms, fatty food aggravation, aversion to fat, എല്ലാ കംപ്ലൈൻസും റിലീഫ് ഇൻ ദി ഓപ്പൺ എയർ. അങ്ങനെ പൾസറ്റില ആണ് സെലക്ട് ചെയ്തത്.
പൾസറ്റില എലോങ് വിത്ത് വേറെ സിംറ്റംസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടും ഈ ഒരു ഓവേറിയൻ വേറെ കംപ്ലൈൻസ് ഒന്നും തന്നെ കാണുന്നില്ല. എല്ലാം പാത്തോളജിക്കലി നോക്കുകയാണെങ്കിൽ പാത്തോളജിക്കൽ പ്രിസ്ക്രിപ്ഷൻ ചെയ്യാനുള്ള ഒരു കംപ്ലൈൻറ്റും ഇല്ല. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ AMH പോലത്തെ കംപ്ലൈൻസ് നമുക്ക് ഇപ്പോൾ ലോ റിസർവ്, പൂർ റെസ്പോൺസ് അങ്ങനത്തെ കേസിൽ നല്ല ഇമ്പ്രൂവ്മെന്റ് വരാറുണ്ട്. അതുകൊണ്ട് ഞാൻ പൾസറ്റില 1M ആണ് പ്രിസ്ക്രൈബ് ചെയ്തത്, 1M ഫോളോഡ് ബൈ 10M. അങ്ങനെ ഒരു 2 കോഴ്സ് കഴിഞ്ഞപ്പോഴേക്കും പോസിറ്റീവ് ബീറ്റൈഡ് CG 2343. അങ്ങനെ പൾസറ്റിലെ AMH 3.31, ഏകദേശം ഒപ്റ്റിമം ഫോർ ദി ഒപ്റ്റിമൽ റെസ്പോൺസ് ഇൻ ബിറ്റ്വീൻ 1 and 3.50. ഈ AMH നമുക്ക് പറയുകയാണെങ്കിൽ that is the production from the Sertoli cells of the testis in males and granulosa cells of the ovary in females. AMH എപ്പോഴും ബിലോ 2 years, അണ്ടർ 2 years കൂടുതലായിരിക്കും. അത് പ്യൂബർട്ടി ഡിക്രീസസ് അൺടിൽ പ്യൂബർട്ടി. ഫീമെയിൽ ബേബി ആണെങ്കിൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ ഒരു 36 വീക്ക് ഓഫ് ജസ്റ്റേഷനിൽ തന്നെ AMHന്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. AMH with gonadotropins and the ovarian steroids. ഈ PCOSൽ മാത്രം നമുക്ക് AMH elevated. It is due to large number of small follicles PCODയിൽ വരുന്നത്. പിന്നെ നമുക്ക് സാധാരണ AMH നമുക്ക് PCODയിൽ കൂടി കാണാം. അതുപോലെ ബിലോ 2 years ഗ്രാനുലോസ സെൽ ട്യൂമർ ഓഫ് ദി ഓവറി, അതിലും AMH കൂടാം. അപ്പോൾ സാധാരണ നമ്മൾ ഇൻഫെർട്ടിലിറ്റിക്ക് ആസ്പെക്ട് ഓഫ് ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കൽ അപ്ലിക്കേഷൻ ആയിട്ട് എല്ലാ കേസിലും ടു അസസ് ദി ഓവേറിയൻ റിസർവ് നമുക്ക് AMH ടെസ്റ്റ് ചെയ്താൽ നന്നായിരിക്കും. എലോങ് വിത്ത് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എല്ലാം തന്നെ നമുക്ക് AMH നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ സഹായിക്കും. AMH കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻക്രീസ് ചെയ്യാനാണ്, അത് പൂർ റെസ്പോൺസ് ഉള്ളത് കൂടാനാണ് ബുദ്ധിമുട്ട് തോന്നുന്നത്. പക്ഷെ അതേസമയം AMH കൂടി, PCODയിൽ AMH കൂടി അത് കുറയ്ക്കാൻ നമുക്ക് അത്രയ്ക്ക് പ്രശ്നങ്ങൾ തോന്നാറില്ല. ഈ ചില കേസ് മിക്കവാറും IVF അങ്ങനെ IUI ഒക്കെ ചെയ്യുമ്പോൾ AMH കുറഞ്ഞ കേസിൽ അതിൽ സക്സസ് റേറ്റും കുറവായിട്ട് തന്നെ കാണാറുണ്ട്. അങ്ങനെ ആ കേസ് നമുക്ക് പോസിറ്റീവായി. പൾസറ്റില CF6X കൊടുത്തിരുന്നു. ദെൻ ഓവർ ഈ മൈൻഡ് വെച്ച് തന്നെ കൊടുത്തതാണ്. പിന്നെ AMHന്റെ ഇത് വെച്ചിട്ട് ഓവറി ഒന്ന് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഓവറിനും കൊടുത്തത്. പറയും. അല്ല, അത് ഓവറിൻ കേട്ടില്ലായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് വിട്ടു പോകുന്നുണ്ട്. പൾസറ്റിലെ 1M, കാൽക്കേരിയ ഫ്ലോറും, ആണോ? പിന്നേതാ? ഓവറിനും ഇപ്പൊ കേൾക്കുന്നുണ്ടോ? പൊട്ടൻസി നെറ്റ് ഇവിടെ കാണുന്നുണ്ട്, കുഴപ്പമില്ല. പൊട്ടൻസി ഓവറിനും ഞാൻ കൊടുത്തത് 3X ആണ്. പിന്നെ നമ്മളിങ്ങനെ AMHൽ നമുക്ക് വേറെ സിംറ്റംസ് ഒന്നുമില്ല. കമ്പൈൻഡ് ഇൻഫെർട്ടിലിറ്റി പോലത്തെ കേസുകളിൽ വെറുതെ സിമ്പിളായിട്ട് നമുക്ക് ചില കേസുകളൊക്കെ ചിലപ്പോൾ നമുക്ക് കേസ് എടുക്കാൻ ടൈമൊക്കെ കിട്ടാണ്ടാവുമ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പിറ്റ്യൂട്ടറി ഒക്കെ ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് പിറ്റ്യൂട്ടറിനും ഓവറിനും മാത്രം കൊടുത്ത് പോസിറ്റീവായ കേസുകളുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിലോട്ട് പോകാതെ. അങ്ങനെ നോക്കുമ്പോഴും നമുക്ക് കേസ് പോസിറ്റീവ് ആവും. തേർഡ് കേസ് ഞാൻ ഇവിടെ പറയുന്നത് ഒരു 13 years ആയിട്ടുള്ള ഒരു ഇൻഫെർട്ടിലിറ്റി കേസാണ്. ലേഡി ഏജ്ഡ് 37 years, മെയിൽ ഏജ്ഡ് 42 years.
അതില് കണ്ട പ്രത്യേകത എന്തായിരുന്നു വെച്ചാൽ ലിവിങ് ടുഗദർനെസ് 10 years. നോ ഫാമിലി ഹിസ്റ്ററി ഓഫ് ഇൻഫെർട്ടിലിറ്റി സോ ഫാർ. ആ കേസ് എൻഡോമെട്രിയോസിസ് ആയിരുന്നു. എൻഡോമെട്രിയോസിസ് പോസിറ്റീവ് വിത്ത് ഹിസ്റ്ററി ഓഫ് ഇറഗുലർ പീരിയഡ്സ് ആൻഡ് ഡിസ്മെനോറിയ. അത് ഒരു ഹൗസ് വൈഫാണ്, ഹസ്ബൻഡ് ഡ്രൈവറാണ്. ഡൺ 3 IVF, 3 IVF-ഉം 3 IUI-യും കഴിഞ്ഞു. ഹസ്ബൻഡ് ഒളിഗോ അസ്തനോസോസ്പെർമിയാണ് ഡയഗ്നോസ് ചെയ്തത്. ഇതിന് ഫസ്റ്റ് കൺസൾട്ടേഷനിൽ ആക്ച്വലി ദർ വാസ് എൻഡോമെട്രിയോസിസ്. ഈ ഫോളിക്കുലാർ സ്റ്റഡി ചെയ്തപ്പോൾ ഓവുലേഷൻ ഉണ്ടായിരുന്നില്ല, ആബ്സെൻസ് ഓഫ് ഓവുലേഷൻ. അനോവുലേറ്ററി സൈക്കിളാണ് കണ്ടത്. പേഷ്യൻ്റ് വാസ് വെരി കോപ്പറേറ്റീവ്. ദെൻ സിമ്പിളായിട്ട് ഡ്യൂ ടു എൻഡോമെട്രിയൽ അഡീഷൻസ്. എൻഡോമെട്രിയൽ അഡീഷന് നമുക്ക് വേറെ ഫർദർ സ്കാനിങ് ഒക്കെ വരെ തന്നെ സിമ്പിളായിട്ട് തിയോസിനാമിനം പ്രിസ്ക്രൈബ് ചെയ്തു. തിയോസിനാമിനം പ്രിസ്ക്രൈബ് ചെയ്തു along with ഓവേറിനം. ആഫ്റ്റർ 1 week നമുക്ക് പേഷ്യൻറ്റിൻ്റെ കേസ് എടുത്തു. ദെൻ തിയോസിനാമിനം കണ്ടിന്യൂഡ്. AMH was 0.53. അപ്പോൾ AMH വീണ്ടും ലോവർ ലെവലിലായി. 13 വർഷത്തിലും 10 വർഷം ലിവിങ് ടുഗദർനെസ് ഉണ്ടായിട്ടും കേസ് നമുക്ക് പ്രഗ്നൻ്റ് ആയില്ല. പ്രൈമറി ഇൻഫെർട്ടിലിറ്റി കേസായിരുന്നു. കേസ് വാസ് റീടേക്കൺ. അതിൻ്റെ ഇടയിൽ ഈ പേഷ്യൻറ്റിന് കുറേയധികം മറ്റുള്ള സിംറ്റംസ്, മാസ്റ്റോഡൈനിയ, അങ്ങനത്തെ കുറേ കംപ്ലൈൻസ് ഒക്കെ വന്നു. ഫൈബ്രോഡിനോസിസ് ഓഫ് ദി ബ്രസ്റ്റ്. ഐ തിങ്ക് അത് കുറേയധികം ഈ IUI-ക്കും IVF-നും വേണ്ടി കുറേ മെഡിസിൻസ് ഒക്കെ കഴിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ ആയിരിക്കാം ഡോക്ടർ, അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് ഗൈനക്ക് പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ ഫൈബ്രോഡിനോസിസും ഒക്കെ വരും ചില കേസിൽ. ആ ടൈമിൽ മാത്രം അക്യൂട്ടായിട്ട് ഞാൻ ഫൈറ്റലൊക്കെ പ്രിസ്ക്രൈബ് ചെയ്തു. പിന്നെ ഈ കേസ് ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലം കാരണം ഇത്രയും മോണിറ്ററി പ്രശ്നങ്ങളും അതുപോലെ ഇൻഫെർട്ടിലിറ്റിയും ആയതുകൊണ്ട് ഒരുപാട് ഇഷ്യൂസ് ഫാമിലിയിൽ വന്നു. അങ്ങനെ ഇഷ്യൂസും ഫാമിലി ഹിസ്റ്ററിയും വെച്ച് കേസ് എടുത്തപ്പോൾ ടിപ്പിക്കലി ദ കേസ് വാസ് സെപ്പിയ ലേഡി. സെപ്പിയയുടെ എല്ലാ സിംറ്റംസും പ്രസന്റ് ആയിരുന്നു. ഞാൻ അങ്ങനെ സെപ്പിയ 10 പ്രിസ്ക്രൈബ് ചെയ്തു. ഒരു 15 day ഇൻ്റർവെല്ലിൽ ഒരു 2 months ഒക്കെ വെയിറ്റ് ചെയ്തു, ശരിയായില്ല. ദെൻ സെപ്പിയ CM പ്രിസ്ക്രൈബ് ചെയ്തു. ഈ അഡീഷൻ ഉള്ളതുകൊണ്ട് എലോങ് വിത്ത് സെപ്പിയ CM ഐ കണ്ടിന്യൂഡ് തിയോസിനാമിനം. തിയോസിനാമിനം 200-ഉം ഓവറിനും കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ ഒരു ആഫ്റ്റർ 2 to 3 months AMH ചെക്ക് ചെയ്തപ്പോൾ AMH വാസ് 1.21. ഏകദേശം ഒരു ഒപ്റ്റിമത്തിലേക്ക് എത്തി. നെക്സ്റ്റ് ടൈം AMH 1.43 ആഫ്റ്റർ 1 month. നെക്സ്റ്റ് മന്തിൽ പ്രഗ്നൻ്റ് ആയി. ബട്ട് ഫീറ്റൽ കാർഡിയാക് ആക്ടിവിറ്റി നോട്ട് സീൻ. ആക്ടിവിറ്റി ഉണ്ടായിരുന്നില്ല. ഞാൻ മെഡിസിൻ സിഫിലിനം കൊടുത്തു, DNA 200 കൊടുത്തു. എനിവേ നോൺ വയബിൾ പ്രഗ്നൻസി. അങ്ങനെ DNC ചെയ്തു. ഫീറ്റൽ പോൾ സെക്കൻഡ് റിപ്പീറ്റ് USG ആഫ്റ്റർ 6 to 8 weeks. ഫീറ്റൽ പോൾ ഇല്ല, യോഗ് സാക്ക് ഇല്ല. ദാറ്റ് മീൻസ് നോൺ വയബിൾ പ്രഗ്നൻസി. ആഫ്റ്റർ 13 years ആണ്. അപ്പോൾ അതുവരെ വീട്ടിലുണ്ടായിരുന്ന ഇഷ്യൂസ് മാറി. കാരണം പ്രഗ്നൻ്റ് ആയല്ലോ, അപ്പിനി ആകുന്നുള്ള പ്രതീക്ഷയിൽ. അതോടെ നമുക്ക് ടെൻഷൻ കൂടി, കാരണം ഇത് ശരിയാവണമല്ലോ. എനിവേ അഗെയിൻ പേഷ്യൻ്റ് ആകെ ടെൻഷനായി.
ആൻസൈറ്റി. അപ്പോൾ പേഷ്യൻറ്റിന് അഗെയിൻ മെഡിസിൻ ആൻസൈറ്റിക്ക് കൊടുക്കേണ്ടി വന്നു. എക്കണൈറ്റ് 1 name കൊടുത്തു. ആഫ്റ്റർ 3 months അഗെയിൻ ഷീ ബിക്കെയിം ഓക്കെ. ആഫ്റ്റർ 3 months അഗെയിൻ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. അതുവരെ 3 months ഒക്കെ നിർത്തിവെച്ചു. സൂയിസൈഡൽ ടെൻഡൻസി, ഇങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളൊക്കെ വീട്ടിൽ ഡെവലപ്പ് ചെയ്തു. AMH വാസ് 0.8. അപ്പോൾ അതുവരെ സെപ്പിയയിൽ പോയിരുന്നത് മൈൻഡൊക്കെ ആകെ ചേഞ്ചബിൾ ആയി. ടിപ്പിക്കലി എനിക്ക് തോന്നി നമുക്ക് മെഡിസിൻ ഒന്ന് ചേഞ്ച് ചെയ്യാം. അങ്ങനെ ഓവുലേഷൻ കറക്റ്റ് ആവാൻ വേണ്ടി ബോറാക്സ് സ്റ്റാർട്ട് ചെയ്തു. ബോറാക്സും ദെൻ സൂയിസൈഡൽ ടെൻഡൻസി അലോങ് വിത്ത് സിവിയർ സ്ട്രെസ് ഒക്കെ വെച്ചിട്ട് ഓറം മെറ്റ് കൊടുത്തു. ഓറം മെറ്റ് ആകെ ഒരു 3 ഡോസ് കൊടുത്തുള്ളൂ. ബാക്കി തിയോസിനാമിനും ഡ്യൂ ടു എൻഡോമെട്രിയോസിന് തിയോസിനാമിനും ഓവറിനും കണ്ടിന്യൂ ചെയ്തു പോയിരുന്നു. അങ്ങനെ ഇരിക്കലെ നെക്സ്റ്റ് മന്ത് ആഫ്റ്റർ 3 to 4 months നമ്മൾ മെഡിസിൻ കൊടുത്തു. ഓറമെറ്റ് ആണ് നമ്മൾ ലാസ്റ്റ് കൊടുത്തത്. ഇപ്പൊ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യുന്നു. LMP ഈ ഓഗസ്റ്റിലായിരുന്നു. സിംഗിൾ ഇൻട്രായൂട്രൈൻ ജെസ്റ്റേഷണൽ സാക്ക്. ഫീറ്റൽ പോൾ വിഷ്വലൈസ്ഡ് വിത്ത് കാർഡിയാക് ഫ്ലിക്കറിംഗ്. എവറിത്തിങ് ഓക്കെ. എന്തായാലും സെക്കൻഡ് ആയിട്ട് പ്രഗ്നന്റ് ആയപ്പോഴേക്കും അത് വയബിൾ ഫീറ്റസ് തന്നെയായി. താങ്ക് ഗോഡ്. അത്രയും വീട്ടിൽ പ്രശ്നങ്ങൾ വന്ന കേസാണ്. ഞാൻ അവരെ പറഞ്ഞ് ഒരുപാട് സമാധാനിപ്പിച്ചു. ഹസ്ബൻഡിന്റെ വീട്ടുകാർ വന്നിട്ട് ഇപ്പൊ ഡൈവേഴ്സ് അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങൾ, ഇത്ര കാലമായിട്ട് എന്ത് കാര്യം, ഓൾഡ് ഏജ് ആയി, അങ്ങനെ വയസ്സായി തുടങ്ങി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു സാരില്ല, ഒരു പ്രാവശ്യം ആയതല്ലേ, നിങ്ങൾ സമാധാനമായിരിക്കൂ. പറയണ്ടെങ്കിൽ നമുക്കൊരു ഭയമുണ്ട്. പിന്നെ ഹോമിയോപ്പതിയിലുള്ള ഉറച്ച വിശ്വാസം കാരണം അങ്ങനെ മൈൻഡ് നോക്കി മെഡിസിൻ കൊടുത്തപ്പോൾ ആ കേസ് പോസിറ്റീവായി. ഇതിൽ തന്നെ ഇവിടെ ഹസ്ബൻഡിന് ഈസ് ഹാവിങ് ഒളിഗോ എസ്തീനോസ്പെർമിയ. ടിപ്പിക്കൽ നാട്രമ്യൂർ പേഷ്യന്റ്. നമ്മൾ പണ്ട് പറഞ്ഞ ഓർമ്മയില്ലേ, നാട്രമ്യൂർ ഉണ്ടെങ്കിൽ ഒരു സെപ്പിയ ഉണ്ടാവും. അപ്പോൾ ടിപ്പിക്കൽ നാട്രമ്യൂർ വാസ് ഗിവൻ എലോങ് വിത്ത് നമുക്ക് ഒളിഗോ എസ്തീനോസ്പെർമിയയിൽ ടോട്ടൽ കൗണ്ട് 29 million, ആക്റ്റീവ് ഓൺലി 10%, ഡെഡ് 70%. അപ്പൊ അതിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ട്രൈബുലസ് ടിഞ്ചറാണ് കൊടുത്തത്. അതും ഹസ്ബൻഡിന് വെരി ഇറഗുലർ പേഷ്യന്റ്, വല്ലപ്പോഴും വരുള്ളൂ, വല്ല കാലത്ത് ഹസ്ബൻഡ് മരുന്നിന് വരുള്ളൂ. അങ്ങനെ ഒരു ദിവസം വളരെ നിർബന്ധം പറഞ്ഞ് ഞാൻ സ്കാനൊക്കെ ചെയ്യിച്ചു. അപ്പോൾ ഫസ്റ്റ് ഗ്രേഡ് വെരിക്കോസിൽ വാസ് ദെയർ, grade 1 വെരിക്കോസിൽ. അങ്ങനെ grade 1-ന് ഒരു ഡോസ് സൾഫറും കൂടെ കൊടുത്തു. ട്രൈബുലസ് ടിഞ്ചർ കണ്ടിന്യൂയിങ്. അങ്ങനെ ആ കേസ് ടോട്ടൽ കൗണ്ട് 33, ആക്റ്റീവ് 40. ആക്റ്റീവ് 10% ആയിരുന്നു, ആക്റ്റീവ് 40. അങ്ങനെ ഒളിഗോ എസ്തീനോസ്പെർമിയ കേസും പ്രഗ്നന്റ് ആയി. നാട്രമോറും സൾഫറിന്റെയും പൊട്ടൻസിയും കൂടെ ഒന്ന് പറയുമോ? നാട്രമ്യൂർ ഞാൻ ആദ്യം 10 mg കൊടുത്തു, എന്നിട്ട് ഹയർ പൊട്ടൻസി. ടിപ്പിക്കൽ നാട്രമ്യൂർ. മൈൻഡ് അങ്ങനെ ക്രേവ് സോൾട്ട്, അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും, ഫിഷ്, അങ്ങനത്തെ എല്ലാ സിംറ്റംസും ഉള്ള കാരണം ചില്ലി പേഷ്യൻറ്റ്, അലർജിക് പേഴ്സണാലിറ്റി. പിന്നെ 10 mg കൊടുത്തു നാട്രമ്യൂർ. അത് കഴിഞ്ഞ് CM കൊടുത്തു. ട്രൈബുലസ് ടിഞ്ചർ 20 drops TDS. പിന്നെ നാട്രമ്യൂർ കൊടുത്തു കഴിഞ്ഞിട്ട് സ്കാൻ ചെയ്തപ്പോൾ grade 1 വെരിക്കോസിൽ കണ്ടപ്പോഴാണ് ഞാൻ സൾഫർ കൊടുത്തത്. ഇതുപോലെ ഒരു കേസിൽ ഹിസ്റ്ററി ഓഫ് മംസ് ഉണ്ടായിരുന്നു, വെരിക്കോസിൽ grade 1. സിംപ്ലി സൾഫറും
പാരോട്ടിഡിനം കൊടുത്തു, കേസ് പോസിറ്റീവായി. സൾഫർ ഹയർ പൊട്ടൻസിയും പാരോട്ടിഡിനം 200 ഫോളോഡ് ബൈ പാരോട്ടിഡിനം 1 mg. സൾഫർ 10 വേണം. സൾഫർ 10 mg കൊടുത്തത്. ഈ ഇൻഫെർട്ടിലിറ്റി കേസുകളിൽ എപ്പോഴും എനിക്ക് തോന്നാറുള്ളത് ഹയർ പൊട്ടൻസി നമ്മൾ ഒരു ഡോസ് കൊടുക്കുകയാണ് ഏറ്റവും കൂടുതൽ ഇഫക്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നെക്സ്റ്റ് കേസ് ഒരു ഓവേറിയൻ സിസ്റ്റ് ആണ്. ലേഡി ഏജ് 23 years, അൺമാരീഡ്, ഓവറിയൻ സിസ്റ്റ് പ്ലസ് PCOD. PCOD നമുക്ക് ഇഷ്ടം പോലെ കേസ് വരുന്നതാണ്. സിമ്പിളായിട്ട് നമുക്ക് മെന്റൽ സിംറ്റംസ് മാത്രം നോക്കിയിട്ടാണ് എനിക്ക് കൂടുതൽ റിസൾട്ട് PCODക്ക് കിട്ടിയിട്ടുള്ളത്. മിക്കവാറും ഇറഗുലർ പീരീഡ്സ് വെച്ച് നമ്മൾ മൈൻഡ് നോക്കുമ്പോൾ പൾസറ്റില, കാൽക്കേരിയ കാർബ്, ഗ്രാഫൈറ്റിസ്, കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് തന്നെയാണ് എല്ലാ കേസിലും മിക്കവാറും നമുക്ക് ഹെൽപ്പ് കിട്ടാറുള്ളത്. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ ഞാൻ ഈ കേസിൽ സെനേഷ്യോ ഓറിയസ് ടിഞ്ചറ കൊടുത്തത്. സെനേഷ്യോ ഓറിയസിൽ എപ്പോഴും തന്നെ അമിനോറിയ നല്ല റെമഡിയാണ്. സെനേഷ്യോ 20 drops TDS കൊടുത്തിരുന്നു. ദെൻ പേഷ്യൻറ്റിന് ഹൈപ്പോതൈറോയിഡിസം TSH was 5. സിംഗിൾ ഡോസ് തൈറോയിഡിനം കൊടുത്തു. തൈറോയിഡിനം ആദ്യം 3x കൊടുത്തു, പിന്നെ തൈറോയിഡിനം 1 mg. സെനേഷ്യോ ഓറിയസ് ടിഞ്ചർ കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ പീരീഡ്സ് ഒരു 3 months, ഒരു 4 months അങ്ങനെ പീരീഡ്സ് വന്നു. പേഷ്യൻ്റ് ആണെങ്കിൽ വെരി റെഗുലർ പേഷ്യൻറ്റ്. അപ്പോൾ ഒരു ആഫ്റ്റർ 1 year കൺസൾട്ടഡ് മീ അഗെയിൻ. 3 months അമിനോറിയ, അഗെയിൻ അമിനോറിയ. അതിൽ കുറച്ച് സ്കിൻ ആക്നെ ഇറപ്ഷൻസ് ഒക്കെ അപ്പിയർ ചെയ്തു. അപ്പം ഞാൻ എന്ത് ചെയ്തു, സിൻസ് 3 months അമിനോറിയ റിക്കറൻ്റ് ആയിട്ടൊരു 1 year കൽക്കേരിയ ഫോസ് കൊടുത്തിട്ട് പിന്നീട് ഫോളോഡ് ബൈ കൽക്കേരിയ ഫോസ് 3x ഫോളോഡ് ബൈ കൽക്കേരിയ കാർബ്. എന്തായാലും സപ്രഷൻ ഓഫ് റീപെർക്കസ്ഡ് ഇറപ്ഷൻസ്, അതായത് പീരീഡ് വരാണ്ടാവുമ്പോൾ ഇറപ്ഷൻസ്, ഇച്ചിങ് ഓൾ ഓവർ ദ ബോഡി. സെനേഷ്യോ അതിന് നല്ല റെമഡിയാണ്. അപ്പോൾ സെനേഷ്യോ ടിഞ്ചറും കണ്ടിന്യൂ ചെയ്തു along with Singamet 200. അവർക്ക് ഈ PCODയെ കുറിച്ച് ഇപ്പം എല്ലാവരും ഗൂഗിളൊക്കെ നോക്കി ഒരുപാട് പഠിച്ചിട്ടൊക്കെ വരുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. കല്യാണം കഴിച്ചാലും കുട്ടികളുണ്ടാവില്ല, PCOD ആണ്, ഇനി എന്ത് ചെയ്യും? പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് കറക്റ്റായി നെക്സ്റ്റ് മന്തിൽ കല്യാണം കഴിഞ്ഞു, നെക്സ്റ്റ് മന്തിൽ പ്രഗ്നൻറ്റുമായി, മെയിൽ ബേബി കുട്ടിയെ കൊണ്ട് കാണിച്ചു. അപ്പോൾ PCODയിലും അവർക്ക് പ്രശ്നങ്ങളില്ലാതെ കുട്ടികളാവുന്നു, ഹോമിയോപ്പതി വഴി കുട്ടികളാവുന്നുള്ള ഒരു ഉറപ്പ്. അങ്ങനെ ഈ പേഷ്യൻസിനിടയിൽ PCOD ഒക്കെ വന്നാൽ അവർ ഫസ്റ്റ് ചോദിക്കുക, ആ ഡോക്ടറെ നിങ്ങൾക്ക് ഇൻഫെർട്ടിലിറ്റി ആവുമല്ലേ കേസ്? അങ്ങനെ ഒരു തെറ്റായ ധാരണ നല്ലോണമുണ്ട്. പക്ഷേ ഒരുമാതിരി എല്ലാ PCODയും ഈ കേസിൽ സിംഗമെറ്റ് എന്തിനായിരുന്നു കൊടുത്തത്? ഇറപ്ഷൻസ്. ഇവർക്ക് പണ്ട് കണ്ടമാനം ഇറപ്ഷൻസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഈ ഇറപ്ഷൻസ് വന്നപ്പോൾ സപ്രഷൻ ഓഫ് ഇറപ്ഷൻസ് വെച്ചിട്ട് ആക്നെയും പിന്നെ ദേഹം മൊത്തം ചെറിയ ചെറിയ കുരുക്കൾ പോലെ വന്നിരുന്നു.
അങ്ങനെ വരുമ്പോൾ അമിനോറിയ ഒരു സിംറ്റം ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ സിങ്കമെറ്റ് കൊടുത്തതാണ്. കാൽക്കേരിയ ഫോസ് കണ്ടിന്യൂ ചെയ്തു, കാൽക്കേരിയ കാർബ് 10 കൊടുത്തു. 3 months അമിനോറിയ വെച്ചിട്ട് കൊടുത്തതാണ്. അത് സിങ്കമെറ്റ് ആണ്. സിങ്കമെറ്റും അതിന്റെ കൂടെ തന്നെ കൊടുത്തിരുന്നു. സിങ്കമെറ്റ് 200 കൊടുത്തത്. ഒരു 1 വീക്ക് മാത്രമേ കൊടുത്തുള്ളൂ. അപ്പോഴേക്കും പ്രഗ്നന്റ് ആയി. മാരേജ് കഴിഞ്ഞ നെക്സ്റ്റ് മന്തിൽ തന്നെ. നെക്സ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കേസാണ്. ഞാൻ ആദ്യമായിട്ട് ഡോക്ടർ ഏണസ്റ്റിന്റെ കേസാണ്. ഡോക്ടർ ഏണസ്റ്റ് എനിക്ക് റെഫർ ചെയ്ത കേസാണ്. അപ്പോൾ പ്രത്യേകം ഡോക്ടർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ആ കേസ് പറയുകയാണ്. ഹൈപ്പോപ്ലേസിയ യൂട്രസ് ആണ് കേസ്. ഹൈപ്പോപ്ലേസിയ യൂട്രസിലെ ലേഡി ഏജ് 22 years, ഒരു മാരീഡ് 16 months ബാക്ക്, ഒരു 1.5 വർഷം മുന്നേ ഇവിടെ മാരേജ് കഴിഞ്ഞു. അപ്പം അവര് ലിവിങ് ടുഗദർനെസ് ഓൺലി 6 months. അനോവുലേറ്ററി സൈക്കിൾ ആയിരുന്നു അലോങ് വിത്ത് തിൻ എൻഡോമെട്രിയം. ഇത് നമുക്ക് 2-3 പ്രമുഖ ഹോസ്പിറ്റലിൽ പോയിട്ട് നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവില്ല, നിങ്ങൾ അഡോപ്ഷൻ ചെയ്തോളൂ, എന്തായാലും ശരിയാകില്ല എന്ന് പറഞ്ഞൊരു കേസാണ് അത്. അങ്ങനെയാണ് ഡോക്ടറെ അടുത്ത് വന്നത്. ഡോക്ടർ അങ്ങനെ എനിക്ക് റെഫർ ചെയ്ത കേസാണത്. അതിൽ ആകെയുള്ള ഒറ്റ സിംറ്റം അനോവുലേറ്ററി സൈക്കിൾ, തിൻ എൻഡോമെട്രിയം, ഇൻഫെന്റൽ യൂട്രസ്. യൂട്രസ് ആകെ ഒരു 3 centimeter ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വീട്ടിലെ ഇഷ്യൂസ് ഉണ്ടാവും. കാരണം പറയാതെ കല്യാണം കഴിച്ചു. പീരീഡ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു സ്പോട്ട് മാത്രമേ പീരീഡ്സിന്റെ ടൈമിൽ കണ്ടിരുന്നുള്ളൂ. അതിൽ വീട്ടിൽ ഭയങ്കര, അവരുടെ ഹസ്ബൻഡിന്റെ വീട്ടിൽ ഭയങ്കര ഇഷ്യൂസ് ആയിരുന്നു. അപ്പൊ ആദ്യ കേസ് വന്നപ്പോൾ എൻ്റെ തലയിൽ ഒന്നും ഓടിയില്ല. അപ്പൊ ഞാൻ ആലോചിച്ചപ്പോൾ എൻഡോമെട്രിയം ഓൺലി 2 millimeter. അപ്പൊ എന്തോ ഹോർമോണൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആദ്യം ഞാൻ USG ചെയ്തപ്പോൾ റിസൾട്ടും ഇങ്ങനെയാണ് കണ്ടത്. എന്തായാലും ഹോർമോണൽ പ്രോബ്ലം ആയിരിക്കും എന്നുള്ള ഒരു തീരുമാനത്തിൽ പിറ്റ്യൂട്ടറിൻ 3X ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് പിറ്റ്യൂട്ടറി ഹോർമോൺസ്, പിറ്റ്യൂട്ടറി ഒന്ന് നമുക്ക് ഇൻഡ്യൂസ് ചെയ്യാന്ന് വെച്ചിട്ട് 3X TDSും തൈറോയിഡിനും ഹയർ പൊട്ടൻസിയും സ്റ്റാർട്ട് ചെയ്തു. പീരീഡ്സ് ആണെങ്കിൽ ഓൺലി സ്പോട്ടിങ്. പിന്നെ കേസ് എടുക്കാനായിട്ട് വേറെ ഒരു സിംറ്റംസും ഇല്ല. അപ്പോൾ മൈൻഡിലേക്ക് പോയപ്പോൾ കേസ് കിട്ടിയത് എനിക്ക് പൾസറ്റിലാണ്. പൾസറ്റിലയുടെ സെൻസിറ്റീവ് പേഴ്സണാലിറ്റിയും എല്ലാം തന്നെയും അതിലുണ്ടായിരുന്നു. എനിവേ പൾസറ്റില കൊടുത്തു. ആദ്യം പീരീഡ്സ് ഒന്നും വന്നില്ല. പക്ഷേ എൻഡോമെട്രിയം 7 millimeter ആയി. 2 millimeter 7 millimeter ആയി. അപ്പൊ ഒരു പ്രതീക്ഷ വന്നു, എന്തായാലും ഇത് ക്ലിയർ ആവും. 7 millimeter. അത് കഴിഞ്ഞ് ചുമ്മാ പീരീഡ്സ് വന്നില്ലെങ്കിലും ഫോളിക്കുലർ സ്റ്റഡി ചെയ്തു. അപ്പോൾ അനോവുലേറ്ററി സൈക്കിൾ. പിറ്റ്യൂട്ടറിൻ 3X നിന്നും സ്വിച്ച് ഓവർ ടു പിറ്റ്യൂട്ടറിൻ 10M. PCOD എന്നുള്ളത് വെച്ചിട്ട് സിമ്പിളായിട്ട് ഓറമ്യൂറിനാട്ടം 3X കണ്ടിന്യൂ ചെയ്തു TDS ആയിട്ട്, എല്ലാം വിത്ത് പൾസറ്റില ഹയർ പൊട്ടൻസി ഗിവൺ. പൾസറ്റില 10M ഒരു 3 ഡോസ് കൊടുത്തു, 3 doses. നെക്സ്റ്റ് മന്തിൽ വീണ്ടും 3 doses. പീരീഡ്സ് സ്കാൻറ്റി ആണെങ്കിലും അഗെയിൻ ഫോളിക്കുലർ സ്റ്റഡി ചെയ്തപ്പോൾ സൈൻസ് ഓഫ് ഓവുലേഷൻ ഓൺ ദി 15th day. ഓവുലേഷൻ 15th day വന്നു. പിന്നെ കുറേ ദിവസം ഈ പേഷ്യൻറ്റിനെ കണ്ടില്ല. ഒരു ആഫ്റ്റർ 1 year വന്നപ്പോൾ അഗെയിൻ TSH ഒക്കെ ചെക്ക് ചെയ്തു. TSH 0.13.
അഗെയിൻ ഞാൻ USG ചെയ്തപ്പോൾ മൾട്ടി ഫോളിക്കുലാർ ഓവറി ഡെവലപ്പ് ചെയ്ത് തുടങ്ങി. യൂട്രസിന്റെ സൈസ് 5 ആയി. ബൾക്കി ലെഫ്റ്റ് ഓവറി ആൻഡ് റൈറ്റ് ഓവറി. ഓവറിയുടെ ബൾക്കിനെസ് കൊണ്ട് അഗെയിൻ പിറ്റ്യൂട്ടറിൻ കണ്ടിന്യൂ ചെയ്തിരുന്നത് പിറ്റ്യൂട്ടറിൻ 3Xലോട്ട് തന്നെ പോയി. തൈറോയിഡിനം സ്റ്റാർട്ട് ചെയ്തു. തൈറോയിഡിനം ഹയർ പൊട്ടൻസി 10 വാസ് ഗിവൺ എവറി 15th ഡേ. ഒരു 4 ഡോസ് കൊടുത്തു അലോങ് വിത്ത് അവർ ഓറമ്യൂർ നാട്രനാറ്റം. ഒരു ഇതും കൂടെ ചെയ്തു. ഹൈപ്പോതലാമസ് 30 വാസ് ഗിവൺ. ഹൈപ്പോതലാമസ് 30 ഫോളോഡ് ബൈ ഹൈപ്പോതലാമസ് 200. അങ്ങനെ ഒരു 3 months കണ്ടിന്യൂ ചെയ്തു. തൈറോയിഡിനം ആഫ്റ്റർ തൈറോയിഡിനം അഗെയിൻ ഞാൻ പൾസറ്റില സിംഗിൾ ഡോസ് റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ പീരീഡ്സ് ഒക്കെ ഏകദേശം ഒരു 2.5 വർഷം കൊണ്ട് ഇടയ്ക്ക് കുറേ പ്രാവശ്യം ഇവര് ഓരോ ഇഷ്യൂസ് കാരണം മെഡിസിൻ ഡിസ്കണ്ടിന്യൂ ചെയ്തു. എങ്കിലും ഒരു ആഫ്റ്റർ ഒരു 2.5 years ഒക്കെ ആയി. ഇപ്പോൾ പലവട്ടം മെഡിസിൻ ഡിസ്കാർഡ് ചെയ്തു. അങ്ങനെ ഇവര് ഫെബ്രുവരിയിൽ പീരീഡ്സ് വരാണ്ടായപ്പോൾ വന്നില്ല. ഇത് പഴയ സ്വഭാവമായി എന്ന് പറഞ്ഞ് ഒരു കുറേ ദിവസം കഴിഞ്ഞിട്ട് ഏപ്രിലാണ് എന്നെ വന്ന് കാണുന്നത്. അതുവരെ പ്രഗ്നൻസി ഒന്നും നോക്കിയില്ല. ഫെബ്രുവരിയിൽ പ്രഗ്നന്റ് ആയിരുന്നു 8 to 9 weeks. വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടായില്ല. പ്രഗ്നൻസി കണ്ടിന്യൂഡ്. കംപ്ലീറ്റ്ലി നമ്മുടെ ഹോമിയോ മെഡിസിൻ തന്നെയാണ് കൊടുത്തത്. യൂട്രസ് ഒക്കെ നോർമലായി. ബേബി ഗേൾ ഡെലിവറി നോർമലായിരുന്നു. എന്തായാലും ഇത് ഞാൻ ഒരു ചലഞ്ച് ചെയ്തെടുത്തതാണ്. കാരണം ഹൈപ്പോപ്ലേസിയ യൂട്രസ് പണ്ട് ഇതുപോലൊരു കേസ് എടുത്തതില് കേസ് ആ കേസ് ഡൈവേഴ്സ് എത്തി. അപ്പൊ ഡൈവേഴ്സ് എത്തിയപ്പോ ഡോക്ടറെ എന്തെങ്കിലും മരുന്ന് തരുമോ? എൻ്റെ അല്ലെങ്കിൽ ഇതിപ്പതേ ജീവിതം പോകാൻ പോവാണ്, യൂട്രസ് ഒന്ന് ശരിയായി കഴിഞ്ഞാൽ. അങ്ങനെ അന്ന് ആ കേസെടുത്ത് സെപ്പിയ കൊടുത്തൊരു ഓർമ്മ എനിക്കുണ്ടായിരുന്നു. ഇങ്ങനത്തെ കേസിൽ എനിക്ക് ആകെ മൈൻഡ് മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ എന്തായാലും നല്ല രീതിക്ക് പോകുന്നുണ്ട്. ഹൈപ്പോപ്ലേസിയ യൂട്രസ് കുഴപ്പമൊന്നുമില്ല. ബേബീസ് നോർമൽ. ഒരു ഏകദേശം 9 months ആയി. ഹോമിയോപ്പതിക് മെഡിസിൻ തന്നെയാണ് അവർ കൊടുക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ബേബി വരും. അങ്ങനെ ഒരു സമാധാനപ്പെട്ട കേസായി. ഇനി വേറൊരു കേസ് ഹൈഡ്രോസാൽപിൻസ്. നമുക്ക് ഇനിയിപ്പം 9 minute ആണ് ഉള്ളത്. അതിനുള്ളിൽ ഒരു ഹൈഡ്രോസാൽപിൻസ് കൊണ്ട് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഓക്കെ. ഹൈഡ്രോസാൽപിൻസ് അൺമാരീഡ് ലേഡി കോളിക്കായിട്ട് പ്രസന്റ് ചെയ്തതാണ്. സിമ്പിളായിട്ട് വേറെ സിംറ്റംസ് ടിപ്പിക്കൽ ഒറ്റ സിംറ്റം പറഞ്ഞുള്ളൂ. പെയിൻ ലെഫ്റ്റ് സൈഡഡ്, സംതിങ് ആസ് ഇഫ് അനിമൽ മൂവിങ് ഇൻ ദ അബ്ഡമൻ, കോൺസ്റ്റിപ്പേഷൻ. അത് USG ചെയ്തപ്പോൾ ഹൈഡ്രോസാൽപിൻസ്. തൂജ വാസ് ഗിവൺ. Characteristic pain, dysmenorrhea, pain extends to legs and back. Viburnum opulus was given. Pain വരുമ്പോൾ അക്യൂട്ട് സമയത്ത് തൂജ ഹയർ പൊട്ടൻസി 2 ഡോസ് ഒരു 2 ഡോസ് കണ്ടിന്യൂ ചെയ്തു. 2 month കണ്ടിന്യൂ ചെയ്തു. Second USG was taken. Hydrosalpinx completely disappeared. Only normal uterus and അതില് തൂജ മാത്രമേ കൊടുത്തുള്ളൂ. തൂജയും വൈബർണും. തൂജ മാത്രമേ കൊടുത്തുള്ളൂ. സാന്തോസൈലം ടിഞ്ചർ കണ്ടിന്യൂ ചെയ്തു. വൈബർണം ഒപ്പുലസ് കണ്ടിന്യൂ ചെയ്തു ടിഞ്ചർ. ഓൺലി 2 doses വാസ് ഗിവൻ.
സിവിയർ പെയിൻ സബ്സൈഡഡ്. അക്യൂട്ടായിട്ട് പെയിൻ വന്നപ്പോൾ നമ്മൾ കേസ് എടുത്തപ്പോൾ കോളോഫൈലം ആണ് കൊടുത്തത്. അഗെയിൻ നെക്സ്റ്റ് മെൻസസിന് മുമ്പ് ഒരു ഡോസും കൂടെ തൂജ കൊടുത്തു. നെക്സ്റ്റ് സ്കാനിങ്ങിൽ പെയിൻ ഡിസപ്പിയേർഡ്, ഹൈഡ്രോസാൽപിങ്സ് ഡിസപ്പിയേർഡ്. നമുക്ക് ഈ കേസ് കൊണ്ട് നിർത്താം അല്ലേ? ആ ഓക്കെ. എന്നാന്ന് വെച്ചാല് നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലും കൂടെ, അപ്പൊ ഡോക്ടറെ സ്ക്രീൻ ഒന്ന് മാറ്റാമോ? ആ സ്ലൈഡ് ഒന്ന് മാറ്റാം. ആ, ആ സ്ലൈഡ് ക്ലോസ് ഒന്ന് ചെയ്യാം. ക്ലോസ് ചെയ്ത്. അപ്പം വളരെ Skip വിചിത്രമായ ചെയ്ത്. 5 കേസ് നമുക്ക് Stop. ഡോക്ടർ പറഞ്ഞു തന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ നമുക്കൊരു 6 മിനിറ്റാണുള്ളത്. എത്രയും വേഗം ഹാൻഡ് റൈസ് ചെയ്താൽ അൺമ്യൂട്ട് ചെയ്ത് തരാം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യണേ. 6 മിനിറ്റാണുള്ളത്. സാംസങ് അത് എനിക്കൊന്ന് ശാന്തചന്ദ്രൻ മാഡം നോക്കട്ടെ. അൺമ്യൂട്ട് ചെയ്തോളൂ. ആ, ഹലോ, വീഡിയോ കൂടെ. കേക്കാവോ? ആ, കേൾക്കാം. അറിയാമോ ഡോക്ടറെ? കേൾക്കാം. സന്തോഷം. സുജാത IAPHന്റെ ഫ്ലോറിലോട്ട് വന്നായിരുന്നു. ശാന്ത അത് ഡോക്ടർ. പറയാൻ. ഞാൻ വന്നായിരുന്നു ഫസ്റ്റ് ക്ലാസ്സിൽ വന്നിട്ടുണ്ട് ഡോക്ടറെ. ഒത്തിരി സന്തോഷം. എല്ലാവരും വരട്ടെ. വലിയ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടേഴ്സ് എല്ലാം IAPHന്റെ ഫ്ലോറിൽ വരട്ടെ. ഒത്തിരി സന്തോഷം. അത് പറയാൻ വേണ്ടിയാ വിളിച്ചു. നല്ല എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞ് ഒത്തിരി സന്തോഷം. താങ്ക് യു ഡോക്ടറെ. ഡോക്ടർ ഇന്ന് ക്ലാസ്സിൽ കയറുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ? ക്ലാസ്സിൽ കയറുന്നുണ്ടെന്ന് തോന്നി അടുത്ത കാലത്ത് അല്ലേ? കേറുന്നുണ്ട്. എന്റെ ഇതില് സാംസങ് എന്നാ പറഞ്ഞ. അത് എന്റെ പേര്, അത് കറക്റ്റ് ചെയ്തോളാം കേട്ടോ. പറയാൻ മനസ്സിലായിരുന്നു. നന്ദി മാഡം. ഇനി ആർക്കെങ്കിലും ശരി ഓക്കെ. എന്തെങ്കിലും ആഡ് ചെയ്യാനോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാനോ ഒരു 5 മിനിറ്റ് കൂടെ ഉണ്ട്. ഞാൻ പറയാം ഡോക്ടർ. ഈ ഒരു യൂട്രസ് ഹൈപ്പോ പ്ലേഷ്യ എന്ന് പറഞ്ഞില്ലേ, അതിന് സിഫിലിന് എന്താ കൊടുക്കാഞ്ഞേ ഡോക്ടറെ? സിഫിലിനൊക്കെ നല്ല ആക്ഷൻ ഉണ്ട് അതിന്. സിഫിലിനും കൊടുത്തില്ല. അപ്പോഴേക്കും ആ കേസ് മൈൻഡ് നോക്കി വന്നപ്പോ അങ്ങനെ കൊടുത്തതാ. ഞാൻ സിഫിലിനും കൊടുക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ അപ്പോഴേക്കും ക്ലിയർ ആയി. സിഫിലിനാണ് സിഫിലിനും നല്ല റിസൾട്ട് ഉണ്ട്, എനിക്കറിയാം. പക്ഷെ മൈൻഡിൽ കൂടെ പോയി എന്ന് മാത്രം. അതെ, എങ്കിലും ഓർമ്മിപ്പിച്ചതിന് ഒന്നും കൂടെ നന്ദി. ശരി. താങ്ക് യു മാഡം. താങ്ക് യു. താങ്ക് യു. ഇനി ആർക്കെങ്കിലും ജോളി ജോളി മാഡം വന്നിട്ട്. നമ്മുടെ ജോളി ഡോക്ടർ വന്നിട്ടുണ്ട്. മാഡം അൺമ്യൂട്ട് ചെയ്തോ. ജോളി ഡോക്ടർ വീഡിയോയും കൂടെ. വളരെ നല്ല ക്ലാസ് ഡോക്ടറെ. എത്രയോ റിസ്ക് എടുത്തിട്ടാണ് ഓരോ കേസ് ശരിയാക്കിയത്. എല്ലാ വിധത്തിലുള്ള ഞങ്ങളുടെ കൺഗ്രാജുലേഷൻസ് കേട്ടാ. ഡോക്ടറെ താങ്ക് യു. നിങ്ങളുടെ അനുഗ്രഹം കൊണ്ട് സാധിക്കുന്നതാണ്. അല്ല അത് ഒരു ദൈവത്തിന്റെ അനുഗ്രഹമുണ്ട് ഡോക്ടറെ. വളരെ വളരെ നല്ല പ്രസന്റേഷൻ. വളരെ സാവധാനം, എല്ലാവർക്കും മനസ്സിലാവുന്ന വിധത്തിൽ വളരെ സാവധാനം, വളരെ നല്ല പ്രസന്റേഷൻ. താങ്ക്സ്. താങ്ക് യു ഡോക്ടർ. നന്ദി മാഡം. തൃശ്ശൂരുകാർ എല്ലാവരും യോജിക്കുന്നു അല്ലേ? ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിലോ ഹാൻഡ് റൈസ് ചെയ്യണം. ധനേഷ് ഡോക്ടർ ഉണ്ടോ? ധനേഷ് ഡോക്ടറെ. മിക്കവാറും ഡോക്ടർ നല്ല വിശദമായിട്ടും വളരെ സ്ലോ ആയിട്ടും പറഞ്ഞതുകൊണ്ട് കൂടുതൽ സംശയം വരില്ല. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ ആ പൊട്ടൻസി മറ്റുള്ളവരെ ഉദ്ദേശിച്ചും കൂടെയാണ് ചോദിക്കുന്നത്. എനിക്ക് ഒരു സംശയം കൂടെ ഉണ്ടായിരുന്നു. ആ പല്ലേഡിയം ഡോക്ടർ പറഞ്ഞോളൂ.
പലേഡിയം പലേഡിയം. അതെന്തിനാണ് കൊടുക്കുന്നത്? പലേഡിയം. ഉം. അത് ഓവേറിയൻ സിസ്റ്റ് ആയതുകൊണ്ട് കൊടുത്തതാ. റൈറ്റ് സൈഡഡ് ഓവേറിയൻ സിസ്റ്റ്. ശരിക്കും റൈറ്റ് സൈഡഡ് ആണെങ്കിലും റൈറ്റ് ആണെങ്കിലും ലെഫ്റ്റ് ആണെങ്കിലും ഓവേറിയൻ സിസ്റ്റിന് നല്ല റിസൾട്ട് ഉണ്ട് പലേഡിയം. ആ. അതുകൂടെ അഡീഷൻസ് ഉള്ള കേസിലൊക്കെ നല്ല റിസൾട്ടാ. അഡീഷണൽ നല്ലതല്ലേ? തൂജ. ആ. തൂജയും പലേഡിയം കൊടുത്ത് ഒരുപാട് കേസ് ക്ലിയർ ആയിട്ടുണ്ട് ഡോക്ടറെ. അഡീഷൻസ് ഉള്ള കേസുകളൊക്കെ വളരെ കുറയും എലോങ് വിത്ത് തയോസിനാമിനം. ഈ തയോസിനാമിനത്തിന്റെ പൊട്ടൻസി 200 ആണോ കൊടുക്കുന്നത്? 30 കൊടുത്തു. അത് കഴിഞ്ഞ് ഒരു കേസിൽ 1 കൊടുത്തിട്ടുണ്ട് തയോസിനാമിനം. ടു കറക്റ്റ് ഓവുലേഷൻ ടു കറക്റ്റ് ഓവുലേഷൻ. ആനി ഡോക്ടർ ഒന്ന് ഡോക്ടർ വന്നിട്ടുണ്ട്, ആനി ഡോക്ടർ. ആ. ഓവുലേഷൻ പറയൂ ഡോക്ടറെ. അല്ല, ആനി ഡോക്ടർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യുമോ? ആനി ഡോക്ടറെ, ഡോക്ടർക്ക് ഒരു നന്ദിയും കൂടെ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ആനി ഡോക്ടറെ അൺമ്യൂട്ട് ഡോക്ടർ ചെയ്യാം. ഓവുലേഷനെ കുറിച്ചാ ചോദിച്ചത്. അല്ല, അതിന് കൊള്ളാമെന്നോ പലേഡിയം? ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യുന്നില്ല. ചെയ്യുന്നില്ല. ധനേഷ് ഡോക്ടർ, ഡോക്ടറിനെ ഞാൻ വിളിച്ചിരുന്നു. ധനേഷ് ഡോക്ടർ നന്ദിയും കൂടെ പറയണേ. ഒരാൾ വന്നപ്പോൾ അങ്ങോട്ടൊന്ന് പോയി. ഡോക്ടർ വളരെ വ്യത്യസ്തമായ രീതിയിൽ, എന്നാൽ ശരിക്കുള്ള ഹോമിയോപ്പതി മെത്തേഡിൽ തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നതും അത് വളരെ നല്ല രീതിയിൽ എന്താണോ ചെയ്യുന്നത് അത് അതുപോലെ ഈ രീതിയിൽ പറയുകയും ചെയ്യുന്നു. ഇപ്പോൾ പലേഡിയവും പൂജയും ഒക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അത് എവിടെയൊക്കെ ആപ്ലിക്കബിൾ ആണ്, അങ്ങനെ നമുക്ക് ഓരോ കേസിലും എങ്ങനെ വിജയം കൊയ്യാം. ആ ഡോക്ടർക്ക് കിട്ടിയ സ്വന്തം അനുഭവങ്ങളാണ്. ഈ അനുഭവത്തിനപ്പുറം വേറൊന്നുമില്ല. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. പലർക്കും പറ്റുന്ന ഒരു പ്രശ്നം വെച്ചാൽ അനുഭവങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാതെ മെറ്റീരിയൽ മെഡിക്കൽ മാത്രം പഠിച്ചുകൊണ്ട് നമുക്കാവില്ല. ആ പഠിച്ച കാര്യങ്ങൾ എവിടെ എങ്ങനെ പ്രയോഗിക്കണം, അതല്ലെങ്കിൽ ഇതിനു മുമ്പ് ആരൊക്കെ ഇത് എവിടെയൊക്കെ പ്രയോഗിച്ചിട്ടുണ്ട് അതറിയാൻ ശ്രമിക്കണം. അപ്പം അങ്ങനെയുള്ള ഈ ഡോക്ടറുടെയൊക്കെ അറിവുകൾ നമുക്ക് നമ്മുടെ വേദിയിൽ എല്ലാവർക്കും ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ ഈ വേദിയിൽ തന്നെ ഈ ഇൻഫെർട്ടിലിറ്റി സെഷൻ തുടങ്ങിയതിന് ശേഷം ഒരു ജൂനിയർ ഡോക്ടർ നമ്മളോട് പറഞ്ഞാണ്, ഡോക്ടർക്ക് 60-ലധികം ഏകദേശം 80ഓളം കേസുകളായെന്നാണ് പറഞ്ഞത്. വന്ധ്യതാ കേസുകൾ ഈ പഠന ഗ്രൂപ്പിൽ നിന്ന് ഇത് കിട്ടിയതിന് ശേഷം സക്സസ് ആയിട്ടുണ്ട്. അത് IFBHന്റെ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ ക്രെഡിറ്റ് ആയിട്ടാണ് ഡോക്ടർ കാണുന്നത്. കാരണം ഇവരെല്ലാം എപ്പോൾ വിളിച്ചാലും ഈ ഡോക്ടർമാരെല്ലാം ഫോൺ എടുക്കുകയും അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയും ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് അവർക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഗുരുക്കന്മാർ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ അതിങ്ങനെയാണ്. നമ്മളറിയാതെ തന്നെ നമ്മുടെ മുമ്പിൽ ഓരോ ഗുരുക്കൾ വരികയും അവരുടെ അറിവുകൾ നമ്മളിലോട്ട് വന്നു ചേരുകയും നമ്മുടെ സംശയങ്ങൾ ചോദിക്കുമ്പോൾ അതിന് ഉത്തരം തരികയും ഒക്കെ ചെയ്യുമ്പോഴും അത് നമ്മുടെ അറിവ് മാത്രമല്ല നമ്മുടെ ഈ സിസ്റ്റത്തിന് തന്നെ വളരെ ഗുണകരമായിട്ട് മാറുന്നു. അപ്പോൾ തീർച്ചയായും സുജാത ഡോക്ടറെ ഇതുപോലുള്ള ഈ വേദിയിൽ നമ്മൾ റിക്വസ്റ്റ് അയച്ചപ്പോൾ തന്നെ എന്നോട് പറഞ്ഞ, ഡോക്ടറെ ഞാനൊരു ദിവസം വരാൻ, ഞാൻ അറിയിക്കാം എന്ന് പറയുകയും അതിനുശേഷം പിന്നെ ഒരു ദിവസം ഞാൻ റെഡിയാണ് പറഞ്ഞാൽ മതി എന്ന് പറയുകയും ഇപ്പോൾ ഡോക്ടറുടെ അമ്മായി സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലായിരുന്നിട്ട് പോലും അവിടെ നിന്ന് ഓടി വന്നാണ് ഇന്ന് ഈ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പം അത്ര കണ്ട് കമ്മിറ്റഡ് ആയിട്ടാണ് ഡോക്ടർ ഈ നമ്മുടെ ഈ വെബിനാറിൽ നോക്കിക്കാണുന്നതും ഇനിയും ഇതുപോലുള്ള വേദി നല്ല നല്ല കേസുകളും നല്ല നല്ല അറിവുകളുമായിട്ട് വരികയും ഇവിടെയുള്ള എല്ലാവർക്കും, അത് ജൂനിയറൊന്നും സീനിയറൊന്നും ഇല്ല, ഓരോ അറിവും ഇപ്പം മറിയാമ്മ ഡോക്ടർ ചോദിച്ച പോലെ പലേഡിയം എന്തിനാണ്, നമ്മൾ പലേഡിയം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അത് ഒരുപക്ഷെ പതിയില്ല. പലേഡിയം ഓവറി പ്രശ്നം നല്ലതാണെന്ന് നമ്മുടെ പുസ്തകത്തൊക്കെ കാണുമെങ്കിലും അത് മനസ്സിലോട്ട് കയറണമെങ്കിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വരുമ്പോഴേ ഇനി ഒരിക്കലും ആരും ഈ പലേഡിയത്തെ മറക്കില്ല. ആ രീതിയിലാണ് ഇന്നത്തെ ഒരു പ്രസൻറ്റേഷനിൽ നിന്ന് ഓരോരുത്തർക്കും കിട്ടിയ അറിവ്. അതുകൊണ്ട് എൻ്റെ പേരിലും IFBHന്റെ പേരിലും ഇവിടെ കൂട്ടിയിരിക്കുന്ന എല്ലാവരുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇവിടെ വന്ന പങ്കെടുത്ത എല്ലാവർക്കും, അതുപോലെ തന്നെ ഇത് മോഡറേറ്റ് ചെയ്യുന്ന മറിയാമ്മ ഡോക്ടർക്കും പ്രത്യേകം നന്ദി അറിയിച്ചുകൊള്ളുന്നു.
നന്ദി ധനേഷ് ഡോക്ടറെ. ധനേഷ് ഡോക്ടർക്ക് നന്ദി അറിയിക്കുകയാണ്. അങ്ങനെ ഇന്ന് നമ്മുടെ 1929 പ്രതിദിന സൂം വെബിനാർ വളരെ വിജയകരമായി നടത്തപ്പെട്ടു. ഈ ക്ലാസ് ഇത്രയും വിജയകരമാക്കിയ സുജാത ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. ഈ പ്ലാറ്റ്ഫോമിൽ ഡോക്ടർ വരാൻ ഞങ്ങൾ 1929 ദിവസം കാത്തിരിക്കേണ്ടി വന്നുവെങ്കിലും ഇന്ന് ഞങ്ങൾക്ക് നല്ലൊരു സദ്യയാണ് വിളമ്പി തന്നത്. ഇതുപോലെ ഡോക്ടർ ഇനിയും നല്ല നല്ല കേസുമായിട്ട് വീണ്ടും വരണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ 1929 പ്രതിദിന സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.